എന്താണ്ട് ഈ വിഷമത്തിലേക്കണ്? എന്താ പ്രശ്നം? എന്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ. ഞാൻ ഒരുപാട് കടത്തിലും പിന്നെ ഹോസ്പിറ്റൽ കേസും ഒക്കെ ആയിട്ട് നടക്കുക. ആ, ചിലപ്പോ തോന്നും ജീവിതം അവസാനിപ്പിച്ചാലാന്ന്. ഇനി ഇങ്ങനൊക്കെ ചിന്തിച്ചാലാ? ജീവിതമാകുമ്പോ വിജയം ഉണ്ടാവും, പരാജയം ഉണ്ടാവും. റമളാൻ മാസമൊക്കെ അല്ലേ, പടച്ചോൻ എനിക്കൊരു വഴി കാണിച്ചു തരുമെന്ന് ഇത് സമാധാനായിട്ടിരിക്കും. ആ കിറ്റാന്ന് ഒന്ന് പോയി നോക്കട്ടെ. പെട്ടെന്ന് വാ, ഒരുപാട് സ്ഥലത്ത് പോകാനല്ലോ. ആ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ബിസ്മില്ലിന് വായിക്കോളെ. പിന്നെ ഒരു കിറ്റ് മൂപ്പരും കൂടി കൊടുക്കാണ്ടാവോ? അയാൾ ഗൾഫുകാരനല്ലേ, വലിയ വീടും വലിയ കഷ്ടപ്പാടില്ലാന്ന് അതല്ലേ ഈ പറയുന്നത്. ആചാര്യ പറഞ്ഞവർക്ക് മാത്രമേ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ. എന്നാ പിന്നെ എന്റെ കിറ്റ് അയാൾക്ക് കൊടുക്കാം. കൊടുത്താൽ എനിക്ക് കിട്ടുണ്ടാവില്ല ചേട്ടാ, തിരിച്ചു വാങ്ങിക്കും ചെയ്യും. സലാമേ, ഈ കിറ്റ് ഇജ്ജി വെച്ചോ. ഇത് നിങ്ങൾക്ക് അർഹതപ്പെട്ട കിറ്റല്ലേ, നിങ്ങൾ തന്നെ എടുത്തോളി. എനിക്ക് വേറെയും കിറ്റ് കിട്ടൂന്ന്. ഇതിപ്പോ ഇന്നെക്കാട്ടി അർഹത അനക്കാം. എന്നാ ഒന്നും പറയണ്ട, ഇത് വെച്ചോ. കിറ്റ് എനിക്ക് കൊടുത്തല്ലേ? അതെ, ഈ പാവങ്ങളുടെയും പണക്കാരുടെ ഇടയിലേ കുറച്ച് ആൾക്കാരുണ്ട്. അവരെ കഷ്ടപ്പാട് അവരാരും അറിയിക്കാറുമില്ല, എന്നാ അവരാരും കണ്ടറിഞ്ഞ് സഹായിക്കാറുമില്ല. അയാളെ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടതൊക്കെ അയാളുടെ കുടുംബത്തിന് വേണ്ടിയായിരുന്നു. ഇപ്പോ രോഗിയായി, ഒരു പണിക്കും പോകാൻ വയ്യ. പാവം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ചെലവും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. വലിയ കഷ്ടത്തിലാണ്. ഈ ചെയ്തതേ നല്ല കാര്യമാണ്. അതിനുള്ള ഒരു പടച്ചോമ്പാത്ത എനിക്ക് കിട്ടും. ഇയേ നിന്റെ കിറ്റ് ഇത് വെച്ചോ. അത് വേണ്ടാന്ന്, അത് നിങ്ങൾക്ക് കിട്ടിയല്ലേ? എനിക്ക് അറിയുന്നതല്ലേ, ഇത് വെച്ചോ. അസ്സലാമലൈക്കും. ആ, വാലേക്കും സ്ലാം. അതെ, ഞാനൊരു വിവരം അറിയേണ്ടി വന്നതാ. ആ, എന്തേ? ഇന്ന് മാനേജർ ബാങ്കിൽ നിന്ന് വിളിച്ചിനെ. ആ, എന്റെ ലോണ് ക്ലോസ് ചെയ്യാന്നുണ്ട് പറഞ്ഞേ. ആ, ആരാണ് എന്താന്ന് വെച്ചപ്പോ അവരൊന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാം? ആ, അത് ശരി. അതെ, ഇന്നലെ അബു കിറ്റായിട്ട് വന്നില്ലേ? ആ, അപ്പൊ ഓനോട് എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നു. ചിലപ്പോ ഓനെ ആചാര്യായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും. എന്തായാലും എന്റെ കാര്യമൊക്കെ സലാമത്തായില്ലേ? ഞാൻ പറഞ്ഞില്ലേ, പടച്ചോ ഒരു വഴി കാണിച്ചു തരുമെന്ന്. പടച്ചനോട് നന്ദി പറയാം.